നമസ്കാരം. നേരത്തെ എസ് അച്യുതാനന്ദനുമായി ബന്ധമുണ്ടായിരുന്ന CPM-ന്റെ ഒരുവിധപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ഒരുവിധം ഒത്തുക്കിക്കഴിഞ്ഞു. നിവർത്തിയില്ലാത്ത ചില ആളുകളെ കൂടെ കൂട്ടുന്നുണ്ട്. ജി സുധാകരൻ, തോമസ് ഐസക്, സുരേഷ് കുറുപ്പ്, അങ്ങനെ ചില ആളുകളെയൊക്കെ കൂടെ കൂട്ടി എന്ന് വരുത്തുന്നുണ്ട്. ബാക്കി എല്ലാവരെയും ഏതാണ്ട് സമ്പൂർണമായിട്ട് വിജയകുമാർ ഉൾപ്പെടെ ഉള്ള ആളുകളെ സമ്പൂർണമായിട്ട് ഒതുക്കി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ CPM എസ് അച്യുതാനന്ദന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സുരേഷ് എന്ന ചെറുപ്പക്കാരനെ പ്രേക്ഷകർക്ക് ഓർമ്മ കാണും. ഇദ്ദേഹം എസിന്റെ സെക്രട്ടറി മാത്രമല്ല, എല്ലാ കാര്യത്തിലും സന്തത സഹചാരിയായിരുന്നു. എസിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം 11 വർഷങ്ങൾക്ക് മുൻപ് സുരേഷിനെ CPM-ൽ നിന്ന് പുറത്താക്കി. അദ്ദേഹം തുടർന്ന് ഗൾഫിലോ മറ്റോ ജോലി തേടി പോവുകയും ഒക്കെ ചെയ്തു. പാലക്കാട് സ്വദേശിയാണ് അദ്ദേഹം. പാർട്ടിയിലേക്ക് കയറാനായി നിരവധി അപ്പീലുകൾ പാർട്ടി പാലക്കാട് ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും ഒക്കെ കൊടുത്തു. പക്ഷേ എസിന്റെ ആളായതുകൊണ്ടും എസ് പക്ഷക്കാരനായിരുന്നത് കൊണ്ടും എസ് മരിച്ചിട്ടും സുരേഷിനെ ഒരിക്കലും പാർട്ടി അംഗീകരിച്ചില്ല എന്നതാണ് വാസ്തവം. പക്ഷേ സുരേഷിനെ തേടിയെത്തിയത് ഇപ്പോൾ കോൺഗ്രസ്സുകാരാണ് എന്നാണ് സംസാരം. അതായത് പാലക്കാട് മലമ്പുഴയിൽ ഇടതുപക്ഷത്തിന്റെ അതിശക്തമായ കോട്ടയാണ്. അവിടെ സുരേഷിനെ UDF-ന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി, കോൺഗ്രസ് ചിഹ്നത്തിലല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള നീക്കം പാലക്കാട് DCC-യും KPCC-യും VD സതീശനും ഒക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നു. തീർച്ചയായിട്ടും മലമ്പുഴയിൽ മാത്രമല്ല, ഇത് പാലക്കാട് ജില്ലയിൽ ഒട്ടാകെ CPM-ന് വലിയ തോതിലുള്ള രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കും എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ നടക്കുന്നത്. സുരേഷ് സമ്മതം പൂർണ്ണമായി അറിയിച്ചില്ലെങ്കിലും അദ്ദേഹം വിസമ്മതം പറഞ്ഞിട്ടില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി തന്നെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അത് CPM-ന് പാലക്കാട് ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ ഒന്നടങ്കം ഏൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടിയായിരിക്കും, വെല്ലുവിളിയായിരിക്കും ഇത് എന്നതിൽ തർക്കമില്ല. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. രാഷ്ട്രീയമാണ്. ഒരാൾ എവിടെ മത്സരിക്കണം, ആരുടെ കൂടെ മത്സരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അത് അയാളാണ്. അയാളെ സ്വാധീനിക്കുന്ന മുന്നണി സംവിധാനമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനമാണ്. സുരേഷ്, ഇദ്ദേഹത്തെ എല്ലാവർക്കും നല്ല ഓർമ്മ കാണും. എപ്പോൾ എസിന്റെ ഫ്രെയിം വന്നാലും ടെലിവിഷനിലൊക്കെ തന്നെ അദ്ദേഹം ഊർജ്ജസ്വലനായിരുന്നപ്പോൾ, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഒക്കെ തന്നെ നമുക്ക് സുരേഷിനെ അടുത്ത പരിചയമുണ്ട്. അദ്ദേഹവുമായി വളരെയധികം വ്യക്തിബന്ധവും ഞാൻ കാത്തുസൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പണ്ട് മുതലേ എനിക്കറിയാം. വളരെ സമർത്ഥനായ, എന്നാൽ നിസ്വാർത്ഥനായ, രാഷ്ട്രീയത്തിന്റെ എല്ലാ വശങ്ങളും അറിയാവുന്ന, എന്നാൽ സാത്വികനായ ഒരു വ്യക്തിയാണ് സുരേഷ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ശോഭിക്കാനുള്ള അദ്ദേഹത്തിന്റെ പല അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എസിനൊപ്പം നടക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പലതും മാറ്റിവെച്ചത്. പാലക്കാട് സ്വദേശി തന്നെയാണ്. മലമ്പുഴ ഇടതുപക്ഷത്തിന്റെ അതിശക്തമായ കോട്ടയാണ്. മലമ്പുഴയിൽ പണ്ട് എസിനെ വെട്ടിയൊതുക്കി മത്സരിപ്പിക്കാതിരിക്കാനും ഒതുക്കാനും തീരുമാനിച്ച സമയത്ത് ഇദ്ദേഹത്തെ പിന്നീട് മലമ്പുഴയിൽ മത്സരിപ്പിക്കുകയും ചെയ്തിരുന്നു. പലയിടത്ത് മത്സരിപ്പിച്ച് എസിനെ തോൽപ്പിച്ച, മാരാരിക്കുളത്തടക്കം എസിനെ തോൽപ്പിച്ച ചരിത്രവും CPM-നുണ്ട്. അപ്പം എസിന്റെ സന്തത സഹചാരി സുരേഷ് ഇതാ കടന്നു വരുന്നു. UDF-ന്റെ കാൻഡിഡേറ്റായി, സ്ഥാനാർത്ഥിയായി കടന്നു വരുന്നു. അദ്ദേഹം തീർച്ചയായിട്ടും മത്സരിക്കും. ഔദ്യോഗിക പ്രഖ്യാപനമോ ഔദ്യോഗിക സമ്മതമോ അറിയിച്ചില്ലെങ്കിലും അദ്ദേഹം തീർച്ചയായിട്ടും മത്സരിക്കും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. CPM-ന് ഓരോ മേഖലകളിലും ഓരോ പോക്കറ്റുകളിലും ഇതുപോലെയുള്ള ചില എതിരാളികൾ ഒളിഞ്ഞും തെളിഞ്ഞുമുണ്ട്, പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമുണ്ട്. അതിശക്തമായ തിരിച്ചടിക്ക് തന്നെയാണ് സാധ്യത കേരളം അങ്ങോളം ഇങ്ങോളം CPM എന്ന രാഷ്ട്രീയ പാർട്ടിക്കും ഇടതുപക്ഷത്തിനും ഉണ്ടാകാൻ പോകുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനകളൊക്കെ തന്നെ പുറത്തു വരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് കരുതാവുന്ന ഒരു സൂചനയാണ് എസ് അച്യുതാനന്ദന്റെ സന്തത സഹചാരിയായിരുന്ന CPM എന്ന പാർട്ടി 64-ൽ പാർട്ടി പിളർന്നപ്പോൾ പാർട്ടി ഉണ്ടാക്കി വന്നവരിൽ, CPM ഉണ്ടാക്കി വന്നവരിൽ ഏറ്റവും പ്രധാനിയാണ് എസ് അച്യുതാനന്ദൻ. അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്ന സുരേഷ് എന്ന വ്യക്തി, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തി, അച്യുതാനന്ദന്റെ കൂടെ ആയിരുന്നത് കൊണ്ട് മാത്രം പുറത്താക്കപ്പെട്ട ആ വ്യക്തി ഇപ്പോൾ കോൺഗ്രസിന്റെ കൂടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ CPM-ന്, പ്രത്യേകിച്ചും പാലക്കാട് മലമ്പുഴയിൽ CPM-ന് ഇതിനപ്പുറം ഒരു നാണക്കേട് ഇനി വരാനില്ല എന്ന്